ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കിരണല്ല പ്രകാശനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജയിലിലെ പ്രകാശനും മനോഹറും പിന്നെ രണ്ട് ജയിൽ പുള്ളികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ പറയണ്ടേ, എന്നാലും എൻ്റെ മോളുടെ പിന്നാലെ കൊലക്കത്തിയായിട്ട് ഇപ്പോഴും കൊലയാളികൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ ജയിൽ പുള്ളികൾ പറയണ്ട്, ചേട്ടന്റെ മകൾ ഒരു പ്രായം വരെ കൊല്ലാൻ നടന്നത് ചേട്ടൻ തന്നെയായിരുന്നു. ഇപ്പോ വേറെ ആരോ ആ പെൺകുട്ടീനെ കൊല്ലാൻ വേണ്ടി നോക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, ആദ്യമൊക്കെ എൻ്റെ മോൻ ജനിച്ച സമയത്ത് ഞാൻ എല്ലാവർക്കും പറയുമായിരുന്നു, എൻ്റെ മോൻ ശുക്രന് ഉദിച്ച സമയത്താണ് ജനിച്ചത്, ശുക്രൻ ഉദിച്ച സമയത്താണ് ജനിച്ചതെന്ന്. പക്ഷേ അതിന് ആൺപിള്ളേർത്തുള്ള ആ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ശുക്രൻ ഉദിച്ച സമയത്ത് ജനിച്ചത് എൻ്റെ കല്യാണി മോളാണ്. ശുക്രൻ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും ഉദിച്ച് അവളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവൾ ജനിച്ചത് എന്ന് പ്രകാശം പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ പരോളൊക്കെ കിട്ടാനായിട്ട് കൊതിയാവാണ്. മുമ്പത്തെ പോലെയല്ലോ, പരോള് കിട്ടിയ മോളുടെ കൂടെ സുഖമായിട്ട് 5-6 ദിവസം നിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് മനോഹർ ഭയങ്കര സന്തോഷം നിൽക്കാട്ടോ. ആ സമയത്ത് പ്രകാശിന് ഭയങ്കര സന്തോഷമാവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരൺ ചന്ദ്രസേനെ വിളിച്ചിട്ട് ചന്ദ്രസേന്റെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. എന്താ വെച്ചാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, ആ മോൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതെ, നമ്മുടെ വീട്ടിലെ CCTV കംപ്ലൈന്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ CCTVയുടെ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്, അത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത്. ആണോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ പെൻഡ്രൈവും മേടിച്ചിട്ട് കിരൺ തന്റെ ലാപ്ടോപ്പിലേക്ക് കുത്തി നോക്കാണ്. എന്നിട്ട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരാൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ബൈക്കിൽ വന്നതായിട്ടും ആ ബൈക്ക് അവിടെ നിർത്തിയതായിട്ടും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ CCTVയിലുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ കിരൺ പറയണ്ട, അച്ഛാ ഇയാളുടെ മുഖം വ്യക്തമല്ലല്ലോ അച്ഛാ. പക്ഷെ എടാ, മുഖം വ്യക്തമല്ല, പക്ഷേ ബൈക്കിൽ നമ്പർ വ്യക്തമാണ്, നീ നോക്കിക്കേ എന്ന് പറയുമ്പോഴേക്കും കിരൺ നോക്കുമ്പോൾ ശരിയാ, ബൈക്കിന് നമ്പർ വ്യക്തമാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറയണ്ടേ, എടാ ഞാൻ ഈ ബൈക്കിന് നമ്പർ നമ്മുടെ CAക്ക് കൈമാറിയിട്ടുണ്ട്, അയാൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് മോനെ, അകത്തുനിന്ന് ആരോ ലോക്ക് അഴിച്ചു കൊടുത്തത് തന്നെയാ ഞാൻ പറയണത്. അച്ഛ, അവരെ വെറുതെ സംശയിക്കേണ്ട, ആന്റിയും സാരിയും ഒക്കെ മാറി അച്ഛ, അവർക്കൊരിക്കലും കള്ളന് തുറന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രല്ല കിട്ടിയിരിക്കുന്നത് ആന്റിക്കുമാണ്. എടാ, നീ അത് പറയണത് ശരി തന്നെയാണ്, പക്ഷെ കുത്താൻ വന്നവനെ കല്യാണിനെ കുത്തിയത് പണ്ടാണ് ഓടിപ്പോയത്. കുത്ത് കിട്ടിയത് ഷാരിക്കാണ്, ശരിയാണ്, പക്ഷെ കല്യാണിനെ കുത്താനാണല്ലോ അവർ വന്നത്. അതിനിപ്പോ നീ പറഞ്ഞ പോലെ തന്നെ ഗംഗപ്രസാദിന്റെ ശത്രുവാണോ അതോ വിക്രത്തിന്റെ ഗംഗപ്രസാദിന്റെ സുഹൃത്താണോ അതോ വിക്രത്തിന്റെ സുഹൃത്താണോ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛാ, ഗംഗയുടെ സുഹൃത്താവാൻ ചാൻസ് കുറവാണ്. ആണെന്നുണ്ടെങ്കിൽ കാർത്തികേയനെ കൊല്ലാൻ നോക്കൂലായിരുന്നു. ഇതിപ്പോ കൊല്ലാൻ നോക്കിയിരിക്കുന്നത് കല്യാണിനെയാണ്. അതുകൊണ്ട് വിക്രത്തിന്റെ സുഹൃത്താവാനാണ് കൂടുതൽ ചാൻസ്. എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ CAനെ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ CAനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ CA പറയുന്നുണ്ട്, കിരണെ, താൻ തന്നിരുന്ന നമ്പർ ഞാൻ പരിശോധിച്ചായിരുന്നു, അതൊരു വ്യാജ നമ്പറാണ്. അതായത് വ്യാജ നമ്പർ വെച്ചിട്ടാണ് ആ കൊലയാളി പുറത്തെവിടെയോ ചുറ്റി നടക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്തായാലും സൂക്ഷിച്ചേ പറ്റൂ. ഒളിഞ്ഞിരിക്കുന്നൊരു ശത്രു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എവിടെയോ ഉണ്ട്. അത് മാത്രല്ല, അയാൾക്ക് അകത്ത് നിന്നിട്ട് ആരോ ലോക്ക് അഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ പരിശോധിച്ചായിരുന്നു, കുത്തി തുറന്ന ഒരു ലക്ഷണവും ഇല്ല. അയാൾ വീട് തുറന്നിട്ട് തന്നെയാണ്, ഈസി ആയിട്ട് തുറന്നിട്ട് അകത്തേക്ക് കയറിയിരിക്കുന്നത്. അയാൾക്ക് ആരോ വാതിൽ തുറന്നു കൊടുത്തെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കിരൺ പറയണ്ട, അങ്ങനെ വാതിൽ തുറക്കാൻ ആരും അവിടെ ഇല്ല, എൻ്റെ ആന്റിയും എൻ്റെ ഭാര്യയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശരി, തൻ്റെ ആന്റീനെ സംശയിച്ചൂടെ? ഇല്ല സർ, ആന്റിയും സരിയും ഒക്കെ ഒരുപാട് മാറി. അല്ല, തൻ്റെ ആന്റീനെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. തന്നെ ഗംഗപ്രസാദിന്റെ ഒരു കൊലക്കുറ്റമായിട്ട് ഞാൻ അവിടേക്ക് അന്വേഷിച്ച് നടന്ന സമയത്തെ തൻ്റെ ആന്റീനെയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു. തൻ്റെ ആന്റി ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ തന്നെയാണ്. ആ രാഹുലിന്റെ ഭാര്യയല്ലേ, രാഹുലിന്റെ സ്വഭാവം അവർക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ആയിരിക്കാം സർ, പക്ഷെ ഇപ്പൊ ആന്റി ആകെ മാറി. കിരണെ, ഇതൊക്കെ നിങ്ങൾക്ക് അവരോടുള്ള അമിത വിശ്വാസം കൊണ്ട് തോന്നുന്നതാണ്. തൻ്റെ ആന്റിക്ക് എന്താ ശത്രുത ഉണ്ടായിക്കൂടെ? അവരുടെ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണല്ലോ, അയാളെ കൊന്നത് താനാണ് എന്നൊരു സംശയത്തിൽ അവർ ചെയ്തതായിരിക്കൂടെ? താനും തൻ്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കണ്ടെന്ന് വിചാരിച്ച് തൻ്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണെങ്കിലോ? എന്തോ എനിക്ക് ആന്റീനെ അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാതിരിക്കാനായിട്ട് തോന്നുന്നില്ല സർ. ആന്റിന്റെ വിശ്വാസം തന്നെയാണ് എനിക്കിപ്പോഴും. ശരി, തൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ താൻ തൻ്റെ രീതിയിൽ അന്വേഷിച്ചോ. എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷിച്ചോളാം. എന്നാലും സൂക്ഷിക്കണം കിരണെ, താനും തൻ്റെ ഭാര്യയല്ല, ഒളിഞ്ഞിരിക്കുന്ന ശത്രു ഇപ്പോഴും ആക്റ്റീവായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് CA പറയാണ്.
എന്നെ കാണിക്കണ സരയുനെ ആട്ടോ. സരയു ഓഫീസിൽ നിന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ മനോഹർ എന്ന് എഴുതിയിരിക്കുകയാണ്. ഒരു ബ്ലൂ കളർ പെൻ കൊണ്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് വേറൊരു റെഡ് കളർ പെന്നും കൊണ്ട് എടുത്തിട്ട് അത് കുത്തി വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 ആ പേപ്പർ കീറുവാട്ടോ. പെട്ടെന്നാണ് അവിടേക്ക് കല്യാണി വരുമ്പോഴേക്കും ആ പേപ്പർ വേഗം അവിടെ ഒളിപ്പിച്ച് വെക്കാണ്ട് സരയോ. ആ കല്യാണി എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് സരയു എന്ന് പറയാണ്. അതെന്താ കല്യാണി? അല്ല, നീ കുഞ്ഞിനായിട്ട് മനോഹരനെ കാണിക്കാൻ വേണ്ടി പോയിരുന്നല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഓ, അതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കല്യാണി. ഞാനിപ്പോ കുഞ്ഞിനെ കാണിക്കാൻ പോയില്ലെങ്കിലോ നീയോ കിരണോ കുഞ്ഞിനെ കാണിക്കാൻ പോകുമായിരുന്നല്ലോ. എനിക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും കുഞ്ഞിനെ കാണിക്കാൻ പോയതല്ല. കുഞ്ഞിനെ കാണിക്കാൻ തോന്നി, അത്രയേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് സരയു, അവനെ പരോളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ അച്ഛൻ ട്രൈ ചെയ്യുന്നുണ്ട്. അഥവാ അവനെ പരോള് കിട്ടുകയാണെങ്കിൽ തറവാട്ടിൽ കൊണ്ട് നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നത്. അത്രയൊക്കെ വേണോ കല്യാണി എന്ന് സരയു ചോദിക്കുമ്പോൾ വേണം. അവനിപ്പോൾ നല്ല മാറ്റമുണ്ട്. അത് മാത്രമല്ല മോളുടെ കൂടെ നിൽക്കാനും പറ്റുമല്ലോ 5-6 ദിവസം. എനിക്കെന്തോ അവനെ പൂർണ്ണമായിട്ടും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയത്. അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സരി, എനിക്ക് നന്നായിട്ടറിയാം അവൻ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ച് ചതിച്ച് ജീവിച്ചവനാണ്. പക്ഷെ അതൊക്കെ സാഹചര്യം നിനക്കറിയാവുന്നല്ലേ, നിനക്കത് ആലോചിച്ചൂടെ? കൺമണി മോളെ മാത്രമേ അവൻ ആദ്യമായിട്ട് സ്നേഹിച്ചത്. കൺമണി മോള് അവൻ്റെ ഹൃദയത്തിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുമുണ്ട്. ഇനി അവനൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ സരയു നിന്റെ കൂടെ നിന്റെ മോളുടെ കൂടെയൊക്കെ അവൻ സുഖമായിട്ട് ജീവിക്കും. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ടൊന്നും ഇപ്പൊ തോന്നണില്ല കല്യാണി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അവിടേക്ക് കിരൺ വരുന്നുണ്ട് കേട്ടോ. ആ സരയു, ഇന്ന ചോക്ലേറ്റ്. ഇതെന്താ കിരണേ ചോക്ലേറ്റ് ഒക്കെ? അതെ, നീ ഇന്ന് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മനോഹരനെ കാണാൻ വേണ്ടി പോയല്ലോ, അതിന്റെ സന്തോഷത്തിലാ ഈ ചോക്ലേറ്റ്. ഓ, അത് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നണില്ലടാ. നിനക്ക് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് വലിയ കാര്യം തന്നെയാണ്. കല്യാണി ചോദിക്കണ്ടേ, കിരണേട്ടാ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ, അല്ല ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ സരയുന്? ആ വേണം. സരയു നീ പറ, എവിടെയാ ട്രീറ്റ് വേണ്ടത്? അതൊന്നും വേണ്ടടാ, ഞാൻ വലിയ കാര്യമൊന്നുമല്ലോ ചെയ്തിരിക്കുന്നത് എന്ന് പറയണം. ആ സമയത്ത് കിരൺ പറടാ, നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നു. അതെ, അച്ഛൻ എന്നെ എന്തിനെ വിളിപ്പിച്ചെന്നറിയാവോ? അതെ, നമ്മുടെ വീട്ടിലെ CCTV വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ CCTVയിലെ വീട്ടിലെ കഴിഞ്ഞ ദിവസം കടന്നു കയറിയ കള്ളന്റെ ആ ചെറിയ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവന്റെ ബൈക്കിന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അത് CAക്ക് കൈമാറിയിട്ടുണ്ട്. അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഫ്രണ്ട് സേവിയർ ഉണ്ടല്ലോ, അവനും അവന്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിന് അച്ഛൻ വിളിച്ചത്. ആ, എന്തായാലും സരിയോ, നീ ചെയ്തത് വലിയ കാര്യം തന്നെയാട്ടോ. എന്തായാലും നിനത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. കല്യാണിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. സരിയു ആ ചോക്ലേറ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. കിരൺ കല്യാണത്തിന് മുമ്പ് അവൻ എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ചോക്ലേറ്റ്, ഐസ്ക്രീം, ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. വീണ്ടും അവൻ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സരിയു ആലോചിക്കുകയാണ്, ഈശ്വര, ഇനി പൈസനെങ്ങാനും ഇവര് തിരിച്ചറിയോ, പൈസ എന്നെ ഒറ്റോ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് സരിയു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണ സേവിയറിന്റെ അടുത്തേക്ക് പോയിരിക്കുക കേട്ടോ. സേവിയർ പറയുന്നുണ്ട്, കിരണെ, അവന്റെ ആ ഒരു ബൈക്കിൽ നമ്പർ വെച്ചിട്ട് പല പല ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് അവന്റെ മുഖം ദൃശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാന്. ഇവൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് കിരണിന് തോന്നുന്നുണ്ടോ? ഇവനെ എവിടേക്കും കണ്ടതുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. താൻ ആ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യും എന്ന് പറയാണ്. അങ്ങനെ കിരൺ ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേവിയർ പറയണ്ടേ, ഞാൻ എന്തായാലും ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനൊന്ന് നോക്കാം, എവിടെയെങ്കിലും ഇവന്റെ ബൈക്കും കാര്യങ്ങളൊക്കെ വേറെ കാണുവാണെങ്കിൽ ഞാൻ പറയാം. ശരി, എന്ന് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെ നിന്ന് ഇറങ്ങി കിരൺ നേരെ കല്യാണിയുടെ അടുത്തേക്ക് പോവാണ്. കല്യാണി, ദേ ഇതാണ് ആള്, കഴിഞ്ഞ ദിവസം കുത്താൻ വന്ന ആള് ഇവനാണ്. ഇവൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? കിരണേട്ടാ, ഇവൻ വേറെ ആരുമല്ല, വിക്രത്തിന്റെ ഒറ്റ സുഹൃത്ത് പയസാണ്. പയസോ? അതെ, വിക്രത്തിന് 2-3 അലവലാതി കൂട്ടുകാരികളുണ്ടല്ലോ, അതിൽ ഒരു കൂട്ടുകാരനാണ് ഇവൻ. 15 വയസ്സ് മുതൽ ഇവൻ കഞ്ചാവും ബീഡിയൊക്കെ വലിക്കാറുണ്ട്. 15 വയസ്സിന്റെ വീട്ടുകാരി ഇവനെ അടിച്ചു പുറത്താക്കിയതാണ്. വിക്രത്തിന് ആദ്യമായിട്ട് ബീഡി കൊടുത്ത് പഠിപ്പിച്ചത് ഇവനാണ്. ഇവന്റെ പേര് പയസ് എന്നാണ് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയാട്ടോ. അപ്പൊ കല്യാണത്തിൽ പറഞ്ഞ, കല്യാണി നീ എന്തായാലും സൂക്ഷിക്കണം, വിക്രത്തിന്റെ കൂട്ടുകാരി തന്നെയാണ് നിന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവൻ എങ്ങനെ അകത്ത് കയറിയെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.